നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 4ാമത്തെ ചാപ്റ്ററിലെ അഡീഷൻ ഓഫ് വെക്റ്റേഴ്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെ തരത്തിലുള്ള വെക്റ്റേഴ്സ് ഉണ്ടെന്നും അതിൻ്റെ പ്രത്യേകിച്ചുള്ള എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്റ്റർ ബൈ എ റിയൽ നമ്പർ അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ വെക്റ്റേഴ്സ് എങ്ങനെ ആഡ് ചെയ്യും എന്ന് നോക്കാം. Different cases are there. We'll consider the first case, vectors in the same direction. Suppose you are given two vectors, two or more vectors which are in the same direction. എങ്ങനെയാണ് ആഡ് ചെയ്യുക? If the given vectors are in the same direction, the sum of the vectors will be a new vector whose magnitude is equal to sum of magnitudes and direction same as the given vectors. ഇപ്പോൾ തന്നിട്ടുള്ള എക്സാമ്പിൾ നോക്കുക. രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്. നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്റ്റർ മീൻസ് ലെങ്ത് ഓഫ് ദറ്റ് ആരോ അല്ലേ. ആരോയുടെ ലെങ്ത് ആണ് മാഗ്നിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ രണ്ട് വെക്റ്റേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പുതിയ വെക്റ്റർ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ തന്നിട്ടുള്ള രണ്ട് വെക്റ്റേഴ്സിൻ്റെ ലെങ്ത് കൂട്ടുമ്പോൾ കിട്ടുന്നതായിരിക്കും. ഡയറക്ഷൻ തന്നിട്ടുള്ള വെക്റ്റേഴ്സിൻ്റെ അതേ ഡയറക്ഷൻ. ഈ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തന്നെ കാണാതെ പഠിക്കണം എന്നൊന്നുമില്ല. ഇത് എങ്ങനെ ചെയ്യുന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. രണ്ട് വെക്റ്റേഴ്സ് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യുക. ഡയറക്ഷൻ തന്നിട്ടുള്ള വെക്റ്റേഴ്സിൻ്റെ അതേ ഡയറക്ഷൻ ആയിരിക്കും. സെക്കൻഡ് കേസ്, വെക്റ്റേഴ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, തന്നിട്ടുള്ള വെക്റ്റേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും എന്ന് വിചാരിക്കാം. ദെൻ the sum of the vectors will be a new vector whose magnitude is equal to the difference between the magnitudes and direction same as the longer vector. തന്നിട്ടുള്ള വെക്റ്റേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, പുതിയ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ തന്നിട്ടുള്ള വെക്റ്റേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്സിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ വെക്റ്റർ 2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക, രണ്ടാമത്തെ വെക്റ്റർ 10 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ആ ലെങ്ത് എന്ന് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ആദ്യത്തേത് 2 സെൻറ്റിമീറ്റർ, രണ്ടാമത്തേത് 10 സെൻറ്റിമീറ്റർ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ വെക്റ്ററിൻ്റെ ലെങ്ത് 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് ഡിഫറൻസ് തന്നിട്ടുള്ള വെക്റ്റേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. പക്ഷേ ഡയറക്ഷൻ ഏതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക? ഡയറക്ഷൻ വലിയ നീളം കൂടിയ വെക്റ്റർ ഏതാണോ അതിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. മാഗ്നിറ്റ്യൂഡ് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാഗ്നിറ്റ്യൂഡ്സ്, ഡയറക്ഷൻ സെയിം ആസ് ദി ലാർജർ വെക്റ്റർ. വലിയ വെക്റ്റർ ഏതാണോ അതിൻ്റെ ഡയറക്ഷൻ. ഇനി തന്നിട്ടുള്ള വെക്റ്റേഴ്സ് ഈ രണ്ട് വിഭാഗത്തിലും പെടുന്നതല്ല എന്ന് വിചാരിക്കൂ. അതായത് സെയിം ഡയറക്ഷനും അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനും അല്ല. അതായത് വെക്റ്റേഴ്സ് തമ്മിലൊരു ആംഗിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ രീതിയിലാണ് തന്നിട്ടുള്ള വെക്റ്റേഴ്സ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുക? അവിടെയാണ് നമ്മൾ റൂൾസ് ഉപയോഗിക്കുക. യു ഹാവ് 2 റൂൾസ് ഫോർ വെക്റ്റർ അഡീഷൻ. അപ്പോൾ സെയിം ഡയറക്ഷൻ ആണെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്കതിൻ്റെ സം കണ്ടുപിടിക്കാം. ഓക്കെ, ഇഫ് ദേ ആർ അറ്റ് ആൻ ആംഗിൾ, if there is an angle between the given vectors, then we have to use rules, particular rules. അതിൽ ഒന്നാമത്തേത് ട്രയാങ്കിൾ മെത്തേഡ് or also called head to tail method അല്ലെങ്കിൽ ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ അങ്ങനെയും പറയാം. ഓക്കെ, ഓൾസോ നോൺ ആസ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. എന്താണ് ട്രയാങ്കിൾ ലോ? given vectors are taken as two sides of a triangle taken in the same order. Then the resultant is the closing side of the triangle taken in the opposite order. തന്നിട്ടുള്ള വെക്റ്റേഴ്സ് എ ആൻഡ് ബി ഫിഗറിൽ നോക്കുക. വെക്റ്റർ എ, വെക്റ്റർ ബി തന്നിട്ടുള്ളത് സെയിം ഡയറക്ഷനും അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനും അല്ല. അപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞ രണ്ട് മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ യൂസ് ചെയ്യുക. ട്രയാങ്കിൾ ലോ ആണ് ഈ ലോയ്ക്ക് പറയുന്ന പേര്. എന്താണ് ചെയ്യേണ്ടത്? തന്നിട്ടുള്ള വെക്റ്റേഴ്സ് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക.
എങ്ങനെ കൺസിഡർ ചെയ്യണം? ഇൻ ദ സെയിം ഓർഡർ. ഇൻ ദ സെയിം ഓർഡർ മീൻസ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അതേ ഓർഡറിൽ പോകുന്ന രീതിയിൽ നമ്മൾ ഈ രണ്ട് വെക്റ്റേഴ്സും ചേർത്ത് വെക്കുക. ഇപ്പോൾ രണ്ടും രണ്ട് രീതിയിലല്ലേ ഉള്ളത്. ഇത് രണ്ടും കൂടി ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ആവുന്നില്ലല്ലോ. അത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വെക്റ്റർ അവിടെ ഫിക്സ്ഡ് ആക്കി വെക്കുക. മറ്റേ വെക്റ്റർ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനോ ഡയറക്ഷനോ മാറ്റം വരാതെ മറ്റേതിൻ്റെ അടുത്തേക്ക് വെക്കുക. ഓക്കെ, ഹെഡ് ടു ടെയിൽ. ഒന്നിൻ്റെ ഹെഡ് രണ്ടാമത്തേതിൻ്റെ ടെയിലുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ വെക്റ്റേഴ്സ് അറേഞ്ച് ചെയ്യുക. നോക്കൂ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കൂ. വെക്റ്റർ ബി നമ്മളവിടെ ഫിക്സ്ഡ് ആക്കി വെക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, വെക്റ്റർ എ ഇസ് മൂവ്ഡ് സച്ച് ദാറ്റ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ റിമെയിൻസ് സെയിം. ഓക്കെ, മാഗ്നിറ്റ്യൂഡിനോ ഡയറക്ഷനോ മാറ്റമില്ലാതെ വെക്റ്റർ എ വെക്റ്റർ ബിയുടെ ഹെഡിൻ്റെ അടുത്ത് വെക്റ്റർ എയുടെ ടെയിൽ ആ രീതിയിൽ ഹെഡ് ടു ടെയിൽ ആ രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഈ രണ്ട് വെക്റ്റേഴ്സ് എന്തായി? ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി റിസൾട്ടൻ്റ് ഏതാണ്? ക്ലോസിങ് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് നോക്കൂ, വെക്റ്റർ എയും വെക്റ്റർ ബിയും സെയിം ഓർഡറിലാണ്. സെയിം ഓർഡറിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെക്റ്റർ ബിയുടെ ഡയറക്ഷനിൽ നിന്ന് നേരെ വെക്റ്റർ എയിലേക്ക് പോകുന്നുണ്ടല്ലോ, അതാണ് ഹെഡ് ടു ടെയിൽ. ഒന്നിൻ്റെ ഹെഡ് മറ്റേതിൻ്റെ ടെയിലുമായിട്ടാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ക്ലോസിങ് സൈഡ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സൈഡ് ഇൻ ദി ഓപ്പോസിറ്റ് ഓർഡർ. നോക്കൂ എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ടൻ്റ് വരയ്ക്കാമെന്ന്. റൈറ്റ്, അപ്പോൾ എയിൽ നിന്ന് വെക്റ്റർ എ നമ്മൾ ആദ്യം തന്ന വെക്റ്റർ എ അതിന് തന്നെ പാരലായിട്ട് വരച്ചു. മാഗ്നിറ്റ്യൂഡിനും ഡയറക്ഷനും വ്യത്യാസമില്ലാതെ ബിയുടെ അടുത്ത് വെച്ചു. ഇപ്പോൾ എയും ബിയും ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു നമ്മൾ. ഇനി മൂന്നാമത്തെ സൈഡ് ടേക്കൺ ഇൻ ദി ഓപ്പോസിറ്റ് ഓർഡർ. സെയിം ഓർഡറിലാണെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഡയറക്ഷൻ വരേണ്ടത്. ഇപ്പോൾ ആ ഡയറക്ഷൻ അതേ സെയിം ഓർഡറിലല്ല. ഓക്കെ, ഓപ്പോസിറ്റ് ഓർഡറിലാണ്. ഈ മൂന്നാമത്തെ സൈഡ് ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡ് gives you the resultant of the given vectors a plus b. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ്. അതായത് തന്നിട്ടുള്ള രണ്ട് വെക്റ്റേഴ്സ് ഇഫ് ദർ ഇസ് ആൻ ആംഗിൾ ബിറ്റ്വീൻ ദം, സെയിം ഡയറക്ഷനും അല്ല ഓപ്പോസിറ്റ് ഡയറക്ഷനും അല്ല എങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡ് ഇതാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ, വേർ you are taking the two vectors without changing its magnitude and direction as the two sides of a triangle, then the third side in the opposite order gives the resultant. Okay, ഇനി മറ്റൊരു മെത്തേഡും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ട്രയാങ്കിൾ ലോ അല്ലാതെ മറ്റൊരു മെത്തേഡും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നിട്ടുള്ള വെക്റ്റേഴ്സ് രണ്ടും ഒരുമിച്ച് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന വെക്റ്റേഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്നു. സി, ദിസ് മെത്തേഡ് ഇസ് നോൺ ആസ് പാരലോഗ്രാം മെത്തേഡ്. ഓക്കെ, പാരലോഗ്രാം മെത്തേഡ് ഓൾസോ നോൺ ആസ് ദിസ് ലോ ഓൾസോ നോൺ ആസ് പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ എങ്ങനെയാണ്? ദ ഗിവൺ വെക്റ്റേഴ്സ് ആക്ടിങ് അറ്റ് ദ സെയിം പോയിന്റ് ആർ യൂസ്ഡ് ആസ് two adjacent sides of a parallelogram. The diagonal of the parallelogram at that point gives the resultant. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ട്രയാങ്കിളിന് പകരം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പാരലോഗ്രാം. ഓക്കെ, ഈ പാരലോഗ്രാം യൂസ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? തന്നിട്ടുള്ള വെക്റ്റേഴ്സ് ആക്ടിങ് അറ്റ് ദ സെയിം പോയിന്റ്. നേരത്തെ നമ്മൾ ഹെഡ് ടു ടെയിലായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തന്നിട്ടുള്ള വെക്റ്റേഴ്സിൻ്റെ രണ്ടിൻ്റെയും ഒരേ തരത്തിലുള്ള പോയിന്റ്സ് ഒരുമിച്ച് ജോയിൻ ചെയ്യാം. ഓക്കെ, ഹെഡ് ടു ടെയിലല്ല, പകരം രണ്ടും ഒരേ തരത്തിലുള്ള പോയിന്റ്സ് നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നു. ആക്ടിങ് അറ്റ് ദ സെയിം പോയിന്റ്, ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന വെക്റ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഈ രണ്ട് വെക്റ്റേഴ്സ് ടേക്കൺ ആസ് ദ അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം. പാരലോഗ്രാം നമുക്കറിയാം 4 സൈഡ്സ് ഉണ്ട്. അതിൽ അടുത്തടുത്തുള്ള 2 സൈഡ്സ് ആയിട്ട് ഈ വെക്റ്റേഴ്സിനെ യൂസ് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക, പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ഡ്രോ ദി ഡയഗണൽ അറ്റ് ദാറ്റ് പോയിന്റ്. ദാറ്റ് ഗിവ്സ് ദി റിസൾട്ടൻറ്റ് ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇൻ ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷനിലും അത് റിസൾട്ടൻറ്റിന് ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ ഒരു ഫിഗറും കൂടി കണ്ടാൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ക്ലിയർ ആവും. നോക്കൂ, യു ആർ ഗിവൺ 2 വെക്റ്റേഴ്സ്.
വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി, അല്ലെങ്കിൽ വെക്റ്റർ ഒ പി ആൻഡ് വെക്റ്റർ ഒ ക്യു. ഒന്നുകിൽ ഒറ്റൊരു ആൽഫബറ്റ് ഉപയോഗിച്ചിട്ട് നെയിം ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ട് നെയിം ചെയ്യാം. ഇപ്പോൾ വെക്റ്റർ ഒ പി ആൻഡ് വെക്റ്റർ ഒ ക്യു ആർ ടു ഗിവൺ വെക്റ്റേഴ്സ്. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? സച്ച് ദാറ്റ് ദേ ആർ ആക്ടിങ് അറ്റ് ഒ എന്ന പോയിന്റിൽ ഈ രണ്ട് വെക്റ്റേഴ്സും ആക്ട് ചെയ്യുന്ന രീതിയിൽ, ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ രണ്ട് വെക്റ്റേഴ്സും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? പിയിലേക്ക് ഒ ക്യു എന്ന വെക്റ്റർ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രയാങ്കിളിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതൊരു മെത്തേഡാണ്. ഇത് മറ്റൊരു മെത്തേഡാണ്. ഇത് രണ്ടും ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തു. ഇനി ഫിഗർ ബി നോക്കൂ. ഈ തന്നിട്ടുള്ള രണ്ട് വെക്റ്റേഴ്സ് ഒരു പാരലോഗ്രത്തിൻ്റെ അടുത്തടുത്തുള്ള രണ്ട് സൈഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. ദെൻ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒ പിക്ക് പാരലായിട്ട് ഒരു സൈഡ് വരച്ചു. അതിൽ സെയിം മാഗ്നിറ്റ്യൂഡാണ്, സെയിം ഡയറക്ഷനാണ്. അതുപോലെ രണ്ടാമത്തെ സൈഡ് ഒ ക്യൂവിന് പാരലായിട്ട് വരച്ചു. ഓക്കെ, നമുക്കറിയാം പാരലോഗ്രാം സൈഡ്സ് പാരലായിരിക്കും. അപ്പോൾ ഒ പിക്ക് പാരലായിട്ട് ക്യു എസ് എന്നുള്ള സൈഡ് വരച്ചു, ഒ ക്യൂവിന് പാരലായിട്ട് പി എസ് എന്നുള്ള സൈഡ് വരച്ചു. സോ യു ഹാവ് കംപ്ലീറ്റഡ് ദ പാരലോഗ്രാം. ദെൻ ഡ്രോ ദ ഡയഗണൽ. ഡയഗണൽ എങ്ങനെ വരയ്ക്കണം? ഡയഗണൽ രണ്ട് ഡയഗണൽസ് ഉണ്ട് അല്ലേ? പാരലോഗ്രത്തിന് രണ്ട് ഡയഗണൽസ് ഉണ്ട്. നമ്മളിത് ഏത് പോയിന്റിലാണ് ഡയഗണൽ വരയ്ക്കേണ്ടത്? തന്നിട്ടുള്ള രണ്ട് വെക്റ്റേഴ്സ് ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഒ, ആ പോയിന്റിൽ തന്നെയാണ് ഡയഗണൽ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് എ ആൻഡ് ബി, they are acting at the same point. Then to find the resultant, you have completed the parallelogram. Draw diagonal at that point. ഏത് പോയിന്റിലാണോ വെക്റ്റർ എയും വെക്റ്റർ ബിയും ജോയിൻ ചെയ്തിരിക്കുന്നത്, ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നത്, ആ പോയിന്റിൽ വരയ്ക്കുന്ന ഡയഗണൽ. സോ ആർ ഇസ് ദി ഡയഗണൽ ഓഫ് ദി പാരലോഗ്രാം. ദിസ് ഡയഗണൽ ഗീവ്സ് ദ റിസൾട്ടൻറ്റ് വെക്റ്റർ എന്ന് വെച്ചാൽ എ പ്ലസ് ബി. ഓക്കെ, എ പ്ലസ് ബി ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇൻ ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് നോക്കിയാലും അത് ശരിയാണ്, ഡയറക്ഷൻ നോക്കിയാലും അത് ശരിയാണ്. അപ്പോൾ എ പ്ലസ് ബി എന്നുള്ള വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആർ എന്ന വെക്ടറിൻ്റെ ലെങ്തിന് ഈക്വൽ ആയിരിക്കും. എ പ്ലസ് ബി എന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻ വെക്ടർ ആറിൻ്റെ ഡയറക്ഷന് സെയിം ആയിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഫിഗർ നോക്കുക. ഫിഗർ സി നോക്കുക. ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? എയുടെയും ബിയുടെയും റിസൾട്ടൻ്റ് ട്രയാങ്കിൾ ലോ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണ് ചെയ്തത്. നോക്കൂ, ബി എന്നുള്ള വെക്ടർ അല്ലെങ്കിൽ ഒ ക്യു എന്ന വെക്ടർ ആ ആദ്യത്തെ പൊസിഷനിൽ വെക്കാതെ നമ്മൾ എവിടെ വെച്ചു? പിയിലേക്ക് എത്തിച്ചു. ഹെഡ് ടു ടെയിൽ എന്നുള്ള രീതിയിൽ എത്തിച്ചു. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് എന്താ? ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡ് വരയ്ക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ ഒ പി എസ് എന്നുള്ള ട്രയാങ്കിൾ, ഫിഗർ സി ശ്രദ്ധിക്കുക. ഒ പി എസ് എന്നുള്ള ട്രയാങ്കിളിൽ ക്ലോസിങ് സൈഡാണ് ഒ എസ്. ദാറ്റ് ഗിവ്സ് ദി റിസൾട്ടൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് നോക്കാം. ട്രയാങ്കിളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി, ഓക്കെ, ഈക്വൽ ടു ആർ, അല്ലെങ്കിൽ വെക്റ്റർ ഒ പി പ്ലസ് വെക്റ്റർ പി എസ് ഈക്വൽ ടു ഒ എസ്. അപ്പോൾ ട്രയാങ്കിൾ ലോ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ റിസൾട്ടൻ്റ് തന്നെയാണ് പാരലോഗ്രാം ലോ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മെത്തേഡ്സും ഇക്വാലൻ്റ് ആണ്. ട്രയാങ്കിൾ ലോ ഉപയോഗിച്ചിട്ട് കിട്ടുന്ന റിസൾട്ടൻറ്റും പാരലോഗ്രാം ലോ ഉപയോഗിച്ചിട്ട് കിട്ടുന്ന റിസൾട്ടൻറ്റും രണ്ടും സെയിം ആണ്. മീൻസ് ദ ടു മെത്തേഡ്സ് ആർ ഇക്വാലൻ്റ്. നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് വെക്റ്ററിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്, ഇപ്പോൾ വെക്റ്റർ എ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക? ആൽഫബറ്റ് ക്യാപിറ്റൽ എ എഴുതിയിട്ട് മുകളിൽ ആരോ ഇടുക. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ബോൾഡ് ആക്കിയിട്ട് എഴുതിയിട്ടാണ് വെക്റ്റേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, എ എന്നുള്ളത് ബോൾഡ് ആക്കി എഴുതിയാൽ ദാറ്റ് റെപ്രസെൻറ്റ്സ് വെക്റ്റർ എ. നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ എ വെക്റ്റർ എ എഴുതാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ലെറ്റർ എ എഴുതി അതിൻ്റെ മുകളിൽ ചെറിയൊരു ആരോ, വായിക്കുമ്പോൾ വെക്റ്റർ എ എന്ന് വായിക്കണം. അപ്പോൾ എഴുതേണ്ടത് എങ്ങനെയാണ്? വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ഈക്വൽ ടു വെക്റ്റർ ആർ. എല്ലാത്തിൻ്റെ മുകളിൽ ചെറിയ ആരോ ഉണ്ടാവണം. അതുപോലെ വെക്റ്റർ ഒ പി പ്ലസ് വെക്റ്റർ പി എസ് ഈക്വൽ ടു വെക്റ്റർ ഒ എസ്. എല്ലാത്തിൻ്റെ മുകളിലും ചെറിയ ആരോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത് എന്താണ്? ട്രയാങ്കിൾ ലോ യൂസ് ചെയ്ത് കഴിഞ്ഞാലും പാരലോഗ്രാം ലോ യൂസ് ചെയ്ത് കഴിഞ്ഞാലും യു വിൽ ഗെറ്റ് ദി സെയിം റിസൾട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ സം ഓഫ് ദി വെക്റ്റേഴ്സ്, രണ്ട് വെക്റ്റേഴ്സ് ആഡ് ചെയ്യാൻ
നമ്മളിപ്പോൾ പറഞ്ഞ ഏതെങ്കിലും ഒരു രീതി നമുക്ക് യൂസ് ചെയ്യാം. സെയിം ഡയറക്ഷനിലാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ആഡ് ചെയ്യാം. ജസ്റ്റ് ആഡ് ദ മാഗ്നിറ്റ്യൂഡ്സ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാഗ്നിറ്റ്യൂഡ്സ്. ഇനി അതല്ലെങ്കിൽ either you can use triangle of vector addition or you can use parallelogram law of vector addition. ഇനി ഈ വെക്ടർ അഡീഷൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ്? മെയിൻ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഒന്ന്, വെക്ടർ അഡീഷൻ ഇസ് കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ്? എ പ്ലസ് ബി, വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ ടു വെക്ടർ ബി പ്ലസ് വെക്ടർ എ. അതായത് എ ബിയോട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ബി എയുടെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും സെയിം ആണ്. ശ്രദ്ധിക്കുക, എഴുതുമ്പോൾ എക്ക് ബിക്കെല്ലാം മുകളിൽ ചെറിയ ആരോ ഉണ്ടായിരിക്കണം. സെക്കൻഡ് പ്രോപ്പർട്ടി, addition of vectors obeys the associative law. Associative law means a plus b plus c. Vector a plus b plus vector c equal to vector a plus vector b plus vector c. അതായത് 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ എയും ബിയും ആഡ് ചെയ്തിട്ട് സി ആഡ് ചെയ്യുന്നതും ബിയും സിയും ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ എ ആഡ് ചെയ്യുന്നതും സെയിം ആണ്. നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. വെക്ടേഴ്സിൻ്റെ കാര്യത്തിൽ പരിചയപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ പറയുന്ന കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും തന്നെയാണ് ഇവിടെയും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് നൾ വെക്ടർ ഓർ സീറോ വെക്ടർ? നൾ വെക്ടർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നൾ വെക്ടർ മീൻസ് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു 0, ഡയറക്ഷൻ ആർബിട്രറി. എന്താണ് അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല. ഓക്കെ, എക്സാമ്പിളും പറഞ്ഞിരുന്നു. എന്താണ്? ആക്സിലറേഷൻ ഓഫ് എ ബോഡി അണ്ടർഗോയിങ് യൂണിഫോം മോഷൻ. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ബോഡി അറ്റ് റെസ്റ്റ്. ഇതൊക്കെ നൾ വെക്ടറിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ വെക്ടർ എ പ്ലസ് വെക്ടർ 0. വെക്ടർ 0 എന്താണ്? നൾ വെക്ടറാണ്. നൾ വെക്ടർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 0 കൊണ്ടാണ്. എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? 0യുടെ മുകളിലൊരു ആരോ മാർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, വെക്ടർ എ എന്ന് പറയുമ്പോൾ എയുടെ മുകളിൽ ആരോ പ്ലസ് 0യുടെ മുകളിൽ ആരോ. സോ വെക്ടർ എ പ്ലസ് നൾ വെക്ടർ ഈക്വൽ ടു വെക്ടർ എ. നമുക്കറിയാമല്ലോ 0 ഏത് നമ്പറിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആ നമ്പർ തന്നെയാണ് കിട്ടുക. അതേ പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെക്ടർ എയുടെ കൂടെ നൾ വെക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ സെയിം വെക്ടർ. രണ്ടാമത്തേത്, ലാംഡ ഇൻറ്റു നൾ വെക്ടർ ഗിവ്സ് യു നൾ വെക്ടർ. ലാംഡ ഇസ് എ റിയൽ നമ്പർ. അതാണ് ബോൾഡിലല്ലാതെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ലാംഡയുടെ മുകളിൽ ആരോ വേണ്ട. ഓക്കെ, ലാംഡ ഇസ് എ നമ്പർ 2, 3, 4 ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ ലാംഡ ഇൻറ്റു നൾ വെക്ടർ ഗിവ്സ് യു നൾ വെക്ടർ. നൾ വെക്ടർ ഒരു റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൾ വെക്ടർ തന്നെയാണ് കിട്ടുക. അടുത്തത്, നൾ വെക്ടർ ഇൻറ്റു വെക്ടർ എ ഗിവ്സ് നൾ വെക്ടർ. അതായത് നൾ വെക്ടറും വെക്ടർ എയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുക എന്താണ്? നൾ വെക്ടർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നൾ വെക്ടറിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സീറോ വെക്ടറിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അഡീഷൻ ഓഫ് വെക്ടേഴ്സ് ആണ് നമ്മളിന്ന് പഠിച്ചത്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് അഡീഷൻ ഓഫ് വെക്ടേഴ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി സബ്ട്രാക്ഷൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് അഡീഷൻ ഓഫ് വെക്ടേഴ്സ്. സബ്ട്രാക്ഷന് പകരം നമുക്ക് എന്ത് തന്നെ യൂസ് ചെയ്യാം? അഡീഷൻ തന്നെ യൂസ് ചെയ്യാം. എങ്ങനെ? വി ഡിഫൈൻ ദ ഡിഫറൻസ് ഓഫ് 2 വെക്ടേഴ്സ് എ ആൻഡ് ബി ആസ് എ സം ഓഫ് 2 വെക്ടേഴ്സ് എ ആൻഡ് മൈനസ് ബി. അതായത് എ മൈനസ് ബി ആണല്ലോ സബ്ട്രാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. എ മൈനസ് ബി ഈക്വൽ ടു എ പ്ലസ് മൈനസ് ബി. നമുക്ക് വളരെ പരിചയമുള്ളൊരു കാര്യമാണ് അല്ല? എ മൈനസ് ബി, വെക്ടർ എ മൈനസ് വെക്ടർ ബി. വെക്ടർ എയിൽ നിന്ന് വെക്ടർ ബി മൈനസ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം? വെക്ടർ എ പ്ലസ് മൈനസ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ വെക്ടർ എയുടെ കൂടെ ബിയുടെ നെഗറ്റീവ് വെക്ടർ ആഡ് ചെയ്താൽ മതി. നെഗറ്റീവ് വെക്ടർ എന്താണെന്ന് ഓർമ്മയുണ്ടാവല്ലോ. എന്താണ് നെഗറ്റീവ് വെക്ടർ? സെയിം മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള വെക്ടേഴ്സിനാണ് എന്ത് പറയുക? നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് പറയാം. Okay, if the vector is having same magnitude and opposite direction. അപ്പോൾ വെക്ടർ എ മൈനസ് വെക്ടർ ബി ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക? വെക്ടർ എയുടെ കൂടെ ബിയുടെ നെഗറ്റീവ് വെക്ടർ ആഡ് ചെയ്യുക. ആഡീഷന് നമുക്ക് ഉള്ള മെത്തേഡ്സ് ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്രോപ്രിയേറ്റ് മെത്തേഡ് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുന്നതിനുള്ള കാര്യം ഇതാണ്. ജസ്റ്റ് ആഡ് ദ നെഗറ്റീവ് വെക്ടർ. ഓക്കെ, സോ എ മൈനസ് ബി, വെക്ടർ എ മൈനസ് വെക്ടർ ബി ഈക്വൽ ടു
വെക്റ്റർ എ പ്ലസ് മൈനസ് വെക്റ്റർ ബി. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ സബ്ട്രാക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക് യു.